സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിനെ അന്വേഷിച്ച് ഹൂതികളുടെ 2 മിസൈലുകൾ കൂടി ഇസ്രായേലിൻ്റെ ആകാശത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഒന്ന് ബെൻഗൂരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യം വെച്ചും വേറൊന്ന് ഹൈഫ പോർട്ടിനെ ലക്ഷ്യം വെച്ചുമാണ് ഹൂതികൾ അയച്ചത് എന്ന് ഹൂതികൾ തന്നെ അവകാശപ്പെടുന്നു. എന്തായാലും ഈ 2 മിസൈലുകൾക്കും ഇസ്രായേലിൻ്റെ അന്തരീക്ഷത്തിൽ കടക്കുവാൻ സാധിച്ചു. ഇസ്രായേലുകൾ വ്യാപകമായി സൈറൺ മുഴങ്ങി, ആളുകളൊക്കെ ബങ്കറുകളിൽ ഒളിച്ചു. എങ്കിലും ഈ 2 മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കുവാൻ ഇസ്രായേലിൻ്റെ അയൺ ഡോമിൻ്റെ ഭാഗമായിട്ടുള്ള ആരോ മിസൈലുകൾക്ക് സാധിച്ചു. മിസൈലുകളെ നശിപ്പിക്കുന്ന മിസൈലുകളുടെ ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് ആരോ സിസ്റ്റം. ആ ആരോ സിസ്റ്റത്തിന് ഈ 2 മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ സാധിച്ചു. എങ്കിൽ പോലും ഇസ്രായേലിന് വലിയ ഭീഷണി ഉയർത്തുവാൻ, കൂടാതെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇസ്രായേലിലേക്കുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിമാനങ്ങളെ തടയുന്നതിന് അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന്, ഇസ്രായേൽ പോർട്ടിലേക്ക് കപ്പലുകൾ എത്തുന്നത് പിന്തിരിപ്പിക്കുന്നതിന് ഹൂതികൾക്ക് ഏറ്റവും സഹായകമായ മാർഗമാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് മിസൈലുകൾ അയക്കുക എന്നുള്ളത്. അവരെ സംബന്ധിച്ച് ആൾനാശം ഉണ്ടാക്കിയില്ലെങ്കിലും, അത് ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിച്ചില്ലെങ്കിലും അതിന് കിട്ടുന്ന മീഡിയ കവറേജ് തന്നെ അവരെ സംബന്ധിച്ച് 100% സക്സസ് ആണ്. അപ്പോൾ നിശ്ചയമായും ഇതിന് മറുപടി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഒരു മിസൈൽ വന്നാൽ പിറ്റേ ദിവസം തിരിച്ച് അവർ അറ്റാക്ക് ചെയ്യാറില്ല. അവർ പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യേണ്ട സ്ഥലം നിശ്ചയിച്ച്, ഒരുപക്ഷെ അവർ മുൻകൂട്ടി തന്നെ ഇന്ന സ്ഥലത്താണ് ഞങ്ങൾ ആക്രമിക്കുക എന്ന് പറഞ്ഞ് കാഷ്വാലിറ്റി കുറയ്ക്കാൻ വേണ്ടി ആളുകളോട് മാറാൻ പറഞ്ഞ ശേഷമാണ് ആക്രമണം ഉണ്ടാവുക. ഇവരെ ഉണ്ടാക്കിയതിൻ്റെ എത്രയോ മടങ്ങ്, ആയിരക്കണക്കിന് മടങ്ങ് നഷ്ടം അന്ന് സന എയർപോർട്ട് തകർത്ത സമയത്ത് അവരുണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം $150 ബില്യൺ നഷ്ടം അവിടെ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. ബില്യൺ എന്ന് പറയുന്നത് 100 കോടിയാണെന്ന് പറഞ്ഞു, ഡോളേഴ്സിലാണ് പറഞ്ഞത്. അപ്പോൾ ഹൂതികളെപ്പോലെ ഒരു ദരിദ്രവാസികളെ സംബന്ധിച്ച് അത് താങ്ങാൻ പറ്റുന്ന നഷ്ടമല്ല. അപ്പം അത്തരത്തിലുള്ള വലിയ നഷ്ടം അവർ ഈ ഹൂതികളുടെ മേലെ ഇമ്പാർട്ട് ചെയ്യുമെങ്കിലും ഹൂതികൾ ഈ ചെറിയ ഒരു ഞൊടുക്ക് വിദ്യ കൊണ്ട് ഇവരുടെ മേലെ, ഇസ്രായേലിൻ്റെ മേലെ വരുത്തുന്ന ഈ ഒരു നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇസ്രായേൽ ആദ്യം തന്നെ അമേരിക്കയുമായി ഡയറക്റ്റ് പാക്റ്റിലെത്തുകയും ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ബെൻഗൂരിയോൺ എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു മിസൈൽ വീഴിക്കുന്നതിൽ ഹൂതികൾ വിജയിച്ച സമയത്ത് ഇസ്രായേൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ പ്രത്യാക്രമണം നടത്തും, കൂടുതൽ നിങ്ങൾ നടത്തിയാൽ നിങ്ങളുടെ നേതാവായിട്ടുള്ള അബ്ദുൽ മാലിക് ബദർ അൽ ദിൻ അൽ ഹൂത്തി, അബ്ദുൽ മാലിക് അൽ ഹൂത്തി എന്നാണ് പൊതുവെ ഷോർട്ടായിട്ട് പറയുന്നത്, അവരുടെ പരമോന്നത നേതാവാണ്, അദ്ദേഹത്തിൻ്റെ തല ഞങ്ങൾ എടുക്കും എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇനി ഇസ്രായേലിൻ്റെ നീക്കം എന്താണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് അവരെ സംബന്ധിച്ച് വലിയൊരു ന്യൂസൻസ് ആയി തീർന്നിരിക്കുകയാണ്. ഈ പാലസ്തീനികളുടെ പക്ഷം പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൂതികൾ ഇവരുടെ നേരെ മിസൈലുകൾ അയക്കുന്ന ഈ ഒരു പ്രശ്നം അവരുടെ ഇക്കോണമിക്ക് ഉണ്ടാക്കുന്ന നഷ്ടം, അവരുടെ ഇക്കോണമിക്ക് ഉണ്ടാക്കുന്ന പ്രതിബന്ധം അത് ചില്ലറയല്ല. അപ്പോൾ അതിനെ അവർക്ക് ഫേസ് ചെയ്തേ പറ്റും. ബെൻഗൂരിയോൺ എയർപോർട്ട് ഇങ്ങനെ നിരന്തരമായി ലക്ഷ്യം വയ്ക്കുമ്പോൾ ഇന്ന് തന്നെ ഏകദേശം 1 മണിക്കൂറോളം എയർപോർട്ട് അടച്ചിടേണ്ടി വന്നുവെന്നും പല വിമാനങ്ങളും വഴിതിരിച്ച് വീഴേണ്ടി വന്നുവെന്നും ആണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇതിന് ഒരു പരിഹാരം കണ്ടേ അവർക്ക് പറ്റുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. അത് ഒന്നാമത്തെ വിഷയം. 2, അമേരിക്കയിലെ 2 ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥർ മരിച്ച കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിങ്ടൺ DC-യിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. നമ്മളുടെ പെഹൽഗാമിലൊക്കെ അറ്റാക്ക് നടന്ന സമയത്ത് ഇവിടെ വളരെ വ്യാപകമായി ഉയർന്നൊരു ചോദ്യം അവിടെ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി എന്നുള്ളതാണ്. പെഹൽഗാം എന്ന് പറയുന്നത് അവിടെ ആക്രമണം നടന്ന സ്ഥലം പെഹൽഗാമിൽ നിന്ന് 7 കിലോമീറ്റർ ഇൻറ്റീരിയർ ഫോറസ്റ്റുള്ള സ്ഥലമാണ്. ആ ഇൻറ്റീരിയർ ഫോറസ്റ്റുള്ള സ്ഥലത്ത് എപ്പോഴോ വന്ന് ഭീകരന്മാർ ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും വിമർശകരായിട്ടുള്ള ആളുകൾ പറഞ്ഞു സെക്യൂരിറ്റി ലാപ്സാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട, വാഷിങ്ടൺ DC എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള സ്ഥലമായി വിചാരിക്കുന്ന സ്ഥലം അമേരിക്കയുടെ തലസ്ഥാനമാണ്. അമേരിക്കയുടെ തലസ്ഥാനത്ത് ഏറ്റവും അധികം ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകൾ എന്ന നിലയിൽ ജൂയിഷ് ഡിപ്ലോമാറ്റ്സിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. എന്നിട്ട് പോലും അവിടെ 2 പേരെ, ഒരു വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന ചെറുപ്പക്കാരായ ആളുകളായിരുന്നു, അവരെ 2 പേരെ അവിടെ ഇട്ട് കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭീകരപ്രവർത്തകൻ, ടെററിസ്റ്റ്, അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം പാലസ്തീൻ സിന്ധാവുകയുണ്ടായി. അപ്പോൾ ഒരു ഭീകരപ്രവർത്തകൻ ഒരു കാര്യം അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ നിശ്ചയിച്ചാൽ എന്ത് സെക്യൂരിറ്റി ഉണ്ടാക്കിയാലും ശരി അവൻ കൊന്നിട്ട് പോകുമെന്നാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം. ഇതിൽ ആകെ നമുക്ക് ചെയ്യാൻ കഴിയും, ലോകത്തിന് ചെയ്യാൻ കഴിയുന്ന ഈ ഭീകരപ്രവർത്തനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ സെക്യൂരിറ്റി കൊടുത്തിട്ട് ഭീകരപ്രവർത്തനത്തിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. കാരണം ഈ കൊല്ലാൻ വരുന്നവനെ സംബന്ധിച്ച് അവൻ ചാവാൻ റെഡിയായിട്ട് വരുന്നവനാണ്.
ഒരു കള്ളനെ സംബന്ധിച്ച് അവൻ കട്ടിട്ട് മുതലും കൊണ്ടുപോയി ജീവിക്കണം എന്ന് ആഗ്രഹിച്ചാണ് അവൻ വരിക. ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സാധനം കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ട് അത് ചെലവഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു വരുന്നവനാണ് ഈ ടെററിസ്റ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇസ്ലാമിക് ടെററിസ്റ്റ് എന്ന് പറയുന്നവൻ അവൻ മരിക്കാൻ വേണ്ടി വരുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൻ കൊല്ലാൻ ഉദ്ദേശിച്ചവനെ അവൻ നിശ്ചയമായും കൊല്ലും. കാരണം അവൻ്റെ ജീവനെ സംബന്ധിച്ച് അവന് യാതൊരു പരിഗണനയില്ല. അവൻ വേണമെങ്കിൽ മേത്തൊരു ബോംബ് കെട്ടി വെച്ചുകൊണ്ട് വരും. അതാണ് അവന് കൂടുതൽ കൺവീനിയൻ്റ് എങ്കിൽ. ആ കൂട്ടത്തിൽ അവനും കൂടെ പൊട്ടിത്തെറിച്ച് പോയാലും അവനകത്ത് യാതൊരു സങ്കടവുമില്ല. കാരണം സ്വർഗത്തിൽ അവനെ കാത്തിരിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച്, വലിയ നിധിയെക്കുറിച്ചുള്ള സ്വപ്നത്തിൻ്റെ പേരിൽ അവൻ എന്ത് റിസ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറാവും. അപ്പോൾ ഇത്തരം ടെററിസ്റ്റ് അറ്റാക്കുകൾ സെക്യൂരിറ്റി കൂട്ടിയതുകൊണ്ട് ടെററിസ്റ്റ് അറ്റാക്ക് ഒഴിവാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നടപ്പില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ഇന്ന് വാഷിങ്ടൺ DC-യിൽ ഈ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. വേറൊന്ന്, ഇത് വലിയ ഗിർവാൺ അടിച്ചു നടക്കുന്ന ട്രംപിൻ്റെ മൂക്കിന് പോയിട്ട് കൊതുക് കടിച്ചു പോലത്തെ ഒരു സംഭവമാണെന്ന് വിചാരിക്കണം. അത് എത്ര വലിയ പുള്ളിയാണെങ്കിലും ശരി, ടെററിസ്റ്റുകളുടെ മുൻപിൽ ഈ വലിയ വമ്പുകളൊന്നും നടക്കുകയില്ല എന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അവരെ ഉന്മൂലനം ചെയ്യുക എന്നല്ലാതെ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസിന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ടെററിസ്റ്റുകൾക്ക് കൈ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും ആ കൈക്കിട്ട് അവൻ കടിച്ചിരിക്കും. അത് എന്ന് കടിക്കും എന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് കൃത്യമായി അറിയുന്നത് ഇസ്രായേലിനാണ്. അതുകൊണ്ടാണ് അവർ ടെററിസ്റ്റുകളോട് ഒരു കോംപ്രമൈസും ചെയ്യാതെ ഗാസയിൽ അവർ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കേൾക്കുന്ന ദുഷ്പേരനെ സംബന്ധിച്ച് അവർക്ക് ബോധമില്ലാഞ്ഞിട്ടല്ല. അവർ കുഞ്ഞുങ്ങളെ കൊല്ലാനല്ല ശ്രമിക്കുന്നത്. അവരുടെ ടെററിസ്റ്റുകളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ടെററിസ്റ്റുകൾ തങ്ങൾക്ക് മറയായി എടുത്ത് മുൻപിൽ പിടിച്ചുള്ള കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് മരിക്കുന്നത്. ഗാസയിലെ സ്ത്രീകൾ സ്വന്തം കുഞ്ഞുങ്ങളെ മനുഷ്യ കവചങ്ങളാക്കാൻ കൊടുക്കാൻ തയ്യാറാണെന്നുള്ള റിപ്പോർട്ടുകൾ എത്രയോ തവണ പുറത്തു വന്നിരിക്കുന്നു. കാരണം ഗാസയിൽ കുഞ്ഞുങ്ങൾ മരിച്ച സ്ത്രീകളെ വലിയ വീര വനിതകളായിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത്. അതായത് അവർ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇത് കണ്ടോ, ആ അമ്മ ഒരു കുഞ്ഞിനെ അള്ളാഹുവിന് ദാനം ചെയ്ത കുഞ്ഞാണ്, അല്ലെ ദൈവത്തിന് ദാനം ചെയ്ത കുഞ്ഞാണ് എന്നാണ് ഇവർ പറയുക. ആ സ്ത്രീ 2 പേരെ ദാനം ചെയ്തു, മറ്റത് 3 പേരെ ദാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വലിയ സ്ഥാനം കൊടുത്ത് മനുഷ്യരെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാക്കി ഈ കുഞ്ഞുങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന എന്തോ വലിയ കാര്യമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിൽ സ്വയം മരിക്കുകയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നേരെ സ്വർഗത്തിലേക്കാണ്. അപ്പം സ്വർഗത്തിൽ പോയി ഈ ഭൂമിയിലെ കഷ്ടപ്പാടോ പട്ടിണിയോ ഗാസയിലെ ദുരന്തങ്ങളോ അനുഭവിക്കാതെ തങ്ങളുടെ കുഞ്ഞുങ്ങൾ പോയി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഹമാസ് ഭീകരർക്ക് മറയാക്കുവാൻ വേണ്ടി കുഞ്ഞുങ്ങളെ നൽകുവാൻ തയ്യാറുള്ള അമ്മമാരെക്കുറിച്ച് എത്രയോ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. നേരിട്ടുള്ള ഇൻ്റർവ്യൂസ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ടെററിസം എന്ന് പറയുന്നത് സെക്യൂരിറ്റി കൂട്ടിയാൽ ടെററിസം ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഒരു ടെററിസ്റ്റ് എന്ന് പറയുന്നവൻ അവൻ ഹൃദയത്തിൽ മരണത്തെ വഹിക്കുന്നവനാണ്. ഒന്നുകിൽ സ്വന്തം മരണത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മരണത്തെ. അതിനിടയിലൂടെ ഇറാൻ്റെ 3rd റൗണ്ട് ടോക്ക് ഇന്ന് ഫ്രൈഡേ റോമിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൽ എത്രത്തോളം ആത്മാർത്ഥതയോടെ ഈ ടോക്ക് മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. കാരണം അമേരിക്കയും ഇറാനും ഈ ടോക്കിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ വേണ്ട വിധം ഈൽഡ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ടോക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നറിയുള്ള പല പ്രസ്താവനകളും പുറത്തു വന്നിട്ടുണ്ട്. നേരെ മറിച്ച് ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതി അവർ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ആര് പേടിപ്പിച്ചാലും ഞങ്ങളുടെ ന്യൂക്ലിയർ പദ്ധതി ഒഴിവാക്കിയില്ല എന്നൊരു നിലയിലേക്ക് അവരും പിൻവലിച്ചിട്ടുണ്ട്. അപ്പം അതിനിടയിലൂടെയാണ് ഇസ്രായേൽ ഇറാനിലെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നത്. ഇറാനിലെ ഏറ്റവും ചുരുങ്ങിയത് 6 ന്യൂക്ലിയർ കേന്ദ്രങ്ങളെങ്കിലും ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. കൃത്യമായ സ്ഥലങ്ങളെയൊക്കെ സംബന്ധിച്ച് CNN-ൽ വളരെ വിശദമായ റിപ്പോർട്ടുകളുണ്ട്. സ്ഥലപ്പേരുകൾ വളരെ ഉച്ചരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ളവയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ഥലത്തിൻ്റെ പേരുകൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ടെഹ്റാന് ചുറ്റും തന്നെയാണ്, തലസ്ഥാന നഗരത്തിന് ചുറ്റും തന്നെ ഏകദേശം ഒരു 300 കിലോമീറ്റർ റേഞ്ചിലാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ ഉള്ളത്. ഇതിൽ ഒരെണ്ണം മാത്രമാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് 1972-ൽ പണി തുടങ്ങിയിട്ടുള്ളൊരു ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ്. അത് അമേരിക്കൻ സഹായത്തോടെ പണി തുടങ്ങുകയും അത് കഴിഞ്ഞ് അട്ടിമറി വന്ന് ഇത് തിയോക്രാറ്റിക് അഥവാ മത നേതൃത്വത്തിൻ്റെ കീഴിൽ ഈ ഭരണമാകുന്നതോടെ അവർ അത് ഉപേക്ഷിക്കുകയും പിന്നീട് റഷ്യയുടെ സഹായത്തോടെ അത് പൂർത്തീകരിക്കുകയും ചെയ്ത ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റാണ്. അത് ടെഹ്റാനിൽ തന്നെ ഉള്ളതാണ്. അതാണ് ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഗതി. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എടുത്ത് റിപ്പോർട്ട് ചെയ്ത ആ ഒരെണ്ണം മാത്രമാണ്. ബാക്കി 5 എണ്ണവും അൺറിപ്പോർട്ടഡ് ആണ്. അതെല്ലാം ഹൈഡ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് എല്ലാവർക്കും അറിയാം ഇവരുടെ ഈ പറയുന്ന ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് യുറേനിയം ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് മാത്രമല്ല, പ്ലൂട്ടോണിയം ബേസ്ഡ് ആയിട്ട് റിസർച്ച് നടക്കുന്നുണ്ട്, ഹെവി വാട്ടർ റിസർച്ചും നടക്കുന്നുണ്ട്. പ്ലൂട്ടോണിയം ബേസ്ഡ് ആയിട്ട് റിസർച്ച് എന്ന് പറയുന്നത് പ്ലൂട്ടോണിയം ഉപയോഗിച്ചും അറ്റോമിക് ബോംബുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇന്ത്യ
നമ്മളുടെ ആദ്യത്തെ ആറ്റമിക് എക്സ്പ്ലോഷൻ നടത്തിയത് പ്ലൂട്ടോണിയം ബോംബ് ഉപയോഗിച്ചിട്ടാണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ആറ്റോമിക് എക്സ്പ്ലോഷൻ പ്ലൂട്ടോണിയം ബോംബ് ഉപയോഗിച്ച് നടത്തുന്നത് ഇന്ത്യയാണ്. അപ്പോൾ യുറേനിയത്തിന് പുറമേ ആറ്റമിക് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറൊരു ഫ്യൂവലിൻ്റെ പേരാണ് പ്ലൂട്ടോണിയം. അപ്പോൾ യുറേനിയം അവർ എൻറിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കൂടുതൽ പ്ലൂട്ടോണിയം എൻറിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ ഹെവി വാട്ടർ റിസർച്ച് നടക്കുന്നുണ്ട്. ഹെവി വാട്ടർ സാധാരണ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ്. അതുകൂടാതെ തന്നെ ഹെവി വാട്ടറിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന സാധനമാണ് തെർമോന്യൂക്ലിയർ ബോംബ് അഥവാ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്ന ഗ്രേറ്റർ ഡിവൈസിൽ ഉപയോഗിക്കുന്നത്. ആറ്റമിക് ബോംബിനേക്കാളും വളരെ പവർഫുൾ ആയിട്ടുള്ള ഗ്രേറ്റർ ആയിട്ടുള്ള ഡിവൈസാണ് ന്യൂക്ലിയർ ബോംബ് അഥവാ തെർമോന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്ന അഥവാ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ അവർ ആ മേഖലയിലും റിസർച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ അനുസരിച്ച് ഇപ്പോൾ വരെ ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുകളൊന്നുമില്ല. അവർ ആറ്റം ബോംബുമില്ല, ന്യൂക്ലിയർ ബോംബുമില്ല. അവർ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻഫർമേഷൻ ലഭിക്കുന്നത്. ദേ ഹാവ് നോട്ട് കൺസ്ട്രക്റ്റഡ് ഇറ്റ്. അപ്പോൾ അവർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ്ട് ഒരു ലെവലിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക ലഭിച്ചിട്ടുള്ള വിവരം. അപ്പോൾ എന്തായാലും ശരി, ഈ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത, ഈ ഹൂത്തികളുടെ ആക്രമണം ഇൻറ്റൻസ് ആവും തോറും ഇറാൻ കൂടുതൽ റിസ്കിലേക്ക് പോവുകയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് നിൽക്കക്കളില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർ ഇറാനെ അടിച്ച് ഫ്ലാറ്റാക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അത് തീർച്ചയായിട്ടും റിട്ടാലിയേഷൻ വിളിച്ചു വരുത്താൻ സാധ്യതയുള്ള സംഗതി ആയതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അത് വളരെ ആലോചിച്ചും കരുതിക്കൂട്ടിയും മാത്രം ചെയ്യുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു സംഗതിയും എടുത്തു ചാടി അവർ ചെയ്യില്ല. ആ ചെയ്യേണ്ട കറക്റ്റ് മൊമെൻറ്റിലാണ് 1967 വാറിൽ അവർ ചെയ്തതുപോലെ അവരെ ഇങ്ങോട്ട് അടിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തീരുമാനിച്ച ദിവസം ഏർലി മോർണിംഗിൽ ഏകദേശം അവരടിക്കാൻ തീരുമാനിച്ചെങ്കിൽ 2 മണിക്കൂർ മുമ്പ് ഇസ്രായേലിൻ്റെ വക അടി അങ്ങോട്ട് കിട്ടി. അതുകൊണ്ട് അവരുടെ ഒരു വിമാനങ്ങളും ആകാശത്തേക്ക് പറത്തി ഉയർത്താൻ ഈജിപ്തിനാവട്ടെ, മറ്റേ ജോർദാനാവട്ടെ, സിറിയയ്ക്കാവട്ടെ ഒരു രാജ്യത്തിനും സാധിച്ചില്ല. ആ യുദ്ധത്തിലെ സമ്പൂർണ്ണ പരാജയം അറബ് രാജ്യങ്ങൾ രുചിക്കുകയും അങ്ങനെ ഇസ്രായേലിനെതിരെയുള്ള അവരുടെ വിരോധം അതോടെ അവസാനിപ്പിക്കുകയും ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെപ്പോഴാണ് ഈ കാര്യത്തോട് റിയാക്ട് ചെയ്യുന്നതെന്ന് അവർ മാത്രം അറിയുന്ന ഒരു മൊമെൻറ്റിൽ അവർ ചെയ്യും. അപ്പോൾ അത് ഹൂതികൾക്ക് നേരെയുള്ള റിയാക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇറാന് നേരെയുള്ള റിയാക്ഷൻ ആണെങ്കിലും അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന സംഗതി. അതിനിടയിലൂടെ ഗാസയിലെ ജനങ്ങൾ വ്യാപകമായി ഹമാസിനെതിരെ പുറത്തു വരികയും ധാരാളം പ്രകടനങ്ങൾ ഗാസയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസും ഗാസയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്.